ഇതിന് മാനേജ് ഉണ്ടാവുന്ന എനിക്കറിയില്ല. അതേപോലെ ലാലേട്ടൻ നല്ല അസ്വലായിട്ട് എല്ലാവരും നല്ല അടിപൊളിയായിട്ട് അഭിനയിച്ചു. ദൃശ്യമാണ് ഇതാണ് പെട്ടെന്ന് വെച്ചൊന്നുമല്ല. പടം തുടങ്ങി പടം ഇതാണ് സിനിമ. ലാലേട്ടൻ എന്ന് പറഞ്ഞാൽ ഇതാണ് ലാലേട്ടൻ. ലാലേട്ടൻ എന്ന് പറഞ്ഞാൽ കുറെ നാൾക്ക് ശേഷം നമ്മുടെ ലാലേട്ടൻ തിരിച്ചു വന്നു പറഞ്ഞല്ലേ, ഇതാണ് തിരിച്ചു വരവ്. പിന്നെ കുറെ ആൾക്കാർ സിനിമ ഹിറ്റാൻ വേണ്ടി തള്ളു പറയും. ഒരിക്കലും നിങ്ങൾ തള്ളാന്ന് വിചാരിക്കുന്നത് ഇതാണ് സിനിമ. നെഗറ്റീവ് പറയാനായിട്ട് ഒന്നുമില്ല. നല്ല കിട്ടില്ല മൂവി, മനസ്സറിഞ്ഞു പറയാണ്. നല്ല മൂവിയാണ്. എല്ലാവരും ത്രില്ലിംഗ് ആണ്. നല്ല കിട്ടില്ല മൂവിയാണ്. സ്നേഹമാണ്. ദൃശ്യത്തിനൊക്കെ അടച്ചോട്ടും അടിപൊളി പടം. സൂപ്പർ ഒരു പിക്ചറേ വന്നിട്ടില്ല. എന്റെ കൈ തന്നെ ഇതാ, നിങ്ങൾ നോക്കിയ എന്റെ കൈ തന്നെ. എല്ലാ സിനിമയും സൂപ്പർ അടിപൊളി പടം. ഈ പടം എന്ന് പറഞ്ഞാൽ നമ്പർ 1. ഇതുപോലത്തെ ചരിത്രത്തെ ഞാൻ കണ്ടിട്ടില്ല. ഞാൻ വെറുതെ പറയുന്നല്ല, ഇത് അത്ര ഹിറ്റായി. 500 കോടി ഈ പടം വീഴും, യാതൊരു സംശയവും. ആർക്കും കാണാവുന്ന പടമാണ് ഇത്. മലയാളികൾ എവിടെയൊക്കെ ഉണ്ട്, ആ മലയാളികളെല്ലാം ഈ പടം കണ്ടിട്ടുണ്ട്. യാതൊരു സംശയമില്ല. അടിപൊളി പടമാണ്. അത്ഭുതത്തിൽ അത്ഭുതമാണ് ഈ പടം. അടിപൊളി സംവിധായകൻ, അടിപൊളിയാണ്. പറയാതിരിക്കാൻ പറ്റില്ല. അത്ര സൂപ്പറായി. തിയേറ്റർ മസ്റ്റ് വെച്ചാണോ? തിയേറ്ററിൽ കാണാത്തവർക്ക് മിസ്സായിരിക്കും. മസ്റ്റ് വെച്ച് ആ ഫീല് തന്നെ നമുക്ക് എമ്പുരാന്റെ ക്ഷീണം തീർന്നോ? എമ്പുരാൻ എന്ത് ക്ഷീണം എനിക്ക് മനസ്സിലാവില്ല. എമ്പുരാൻ എന്താ ക്ഷീണം? എന്നാലും കുറെ നെഗറ്റീവ് വന്നിട്ടുണ്ടല്ലോ. നെഗറ്റീവ് വന്നോട്ട് കാര്യമില്ല. പടം ഒരിക്കലും ക്ഷീണമല്ല. എമ്പുരാനും ഗംഭീര പടം തന്നെ. ഇതൽക്കും മേലെ ഞാൻ പറഞ്ഞ ലാലേട്ടന്റെ സ്റ്റാർട്ടും ചോദ്യം ചെയ്ത ആൾക്കാർക്ക് എമ്പുരാനിലൂടെ മറുപടി കൊടുത്താൽ, അതേപോലെ തന്നെ ലാലേട്ടന്റെ അഭിനയത്തെ കളിയാക്കണ കുറെ 2K കിഡ്സ് ഉണ്ട്. അവന്മാർക്കുള്ള മറുപടിയാണ് ഈ പടത്തിലാണ് കാണിച്ചു വെച്ചേക്കുന്നത്. എന്താ കാണിച്ചേക്കണം? ഗംഭീര അഭിനയം എന്ന് പറഞ്ഞാൽ ഗംഭീര അഭിനയം. കണ്ടോ വില്ലന്മാരൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? വില്ലന്മാരൊക്കെ കണ്ടോ? പറയാനില്ല. എല്ലാവരും കൊള്ളാം. എല്ലാവരും നന്നായിട്ടല്ലേ ചെയ്തിട്ടുണ്ട്. പിള്ളേരും വില്ലന്മാരും എല്ലാവരും നന്നായിട്ടല്ലേ ചെയ്തിട്ടുണ്ട്. എനിക്കുള്ളൊന്നും പറയാനില്ല. Ordinary padam. It is entire family sit and watch this movie completely. It is very good movie. This is the most good performance after Pulimurugan. After Pulimurugan, I saw action as well as emotion and complete family entertainer with commercial twist and turns. അടിപൊളി, നല്ല സെറ്റപ്പ്, അടിപൊളി ഫാമിലി മൂവി. അടിപൊളി സംവിധാനം നല്ലൊരു ഫാമിലിയായിട്ടൊക്കെ പോയി കാണാം. ഛായാഗ്രഹണം നന്നായിട്ട്. എല്ലാവർക്കും ഇതാണ് സിനിമ. ഓരോ രോമാഞ്ചം വരുന്നത് പറഞ്ഞില്ലേ, രോമാഞ്ചം. അടിപൊളി ഫൈറ്റുകളുണ്ട്. കിടിലാണ് ലാലേട്ടൻ. ഇതാണ് ലാലേട്ടൻ. ഇങ്ങനെയാണ് ലാലേട്ടൻ യൂസ് ചെയ്യാനായിട്ട്. അല്ലാണ്ട് വെറുതെ ലാലേട്ടൻ അഭിനയം സംസ്ഥാന അവാർഡ് കിടില. നിങ്ങളൊന്ന് ഇതായിക്കോട്ടെ, വെറുതെ ഒരിക്കലും തള്ളല്ല. അടിപൊളിയാണ്. അതിനേക്കാൾ വലിയ അതിനപ്പുറമാണ്. അതിനേക്കാൾ വിചാരിച്ചതിനേക്കാൾ വലിയൊരു റിസൾട്ട് കിട്ടിയത്. ഫുൾ കയ്യടി ആയിരുന്നല്ലോ തിയേറ്ററിലല്ലേ? ഇത് ലാലേട്ടനാണ് കാണാൻ ആഗ്രഹിച്ചിരുന്നത്. എന്താ ഇഷ്ടപ്പെട്ട ഏറ്റവും കൂടുതൽ? ലാസ്റ്റ് സീനിൽ ഇമോഷണൽ ആവുകയോ? കുറച്ചാവും. തോന്നി
എല്ലാം കൊണ്ട് നല്ല എങ്ങനെയുണ്ടായിരുന്നു ഈ പടം? നല്ല മൂവി ഇഷ്ടപ്പെട്ടോ? എങ്ങനെയാണ് ലാലേട്ടൻ്റെ ഒരു എല്ലാവരും പറഞ്ഞു ഭയങ്കര പഴയ ഒരു ലാലേട്ടനെ കിട്ടിയ ലാലേട്ടനെ കിട്ടിയ പോലെ ഫീൽ ചെയ്തു. സെക്കൻഡ് ഹാഫ് ആയപ്പോ അങ്ങനെ ഫീൽ ചെയ്തു. അങ്ങനെ ഫീൽ ചെയ്തത്. ശരി, ഇമോഷനൊക്കെ എങ്ങനെയുണ്ട്? ഇമോഷനും അടിപൊളി. ശരിക്കും സിനിമ എന്താണ്? കോമഡി ആണോ, ത്രില്ലർ ആണോ, ഇമോഷൻ ആണോ? ഇമോഷനും ആക്ഷനും സസ്പെൻസും എല്ലാം എല്ലാം ഉണ്ട്. എങ്ങനെയുണ്ട് നമ്മുടെ